ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നത് ഒരു ഓർഗനൈസേഷന്റെ ഓവർ എ പീരിയഡ് ഓഫ് ടൈമിലുള്ള ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയിന്റെ ഒരു സമ്മറി ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ ഒരു പീരീഡിൽ ക്യാഷിന്റെ ഫ്ലക്ച്വേഷൻ വന്നത്, ഇത്ര എമൗണ്ട് ഇൻക്രീസ് ആയത് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് ഡിക്രീസ് ആയത് എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഈ രണ്ട് മെത്തേഡിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്: ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സെയിൽസ് ആൻഡ് പർച്ചേസ് ആയിരിക്കും. ഇൻവെസ്റ്റിംഗിൽ വരുന്നത് നമ്മൾ ലോങ് ടൈമിലേക്ക് പർച്ചേസ് ചെയ്യുന്ന അസെറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ്, അതൊക്കെ ആയിരിക്കും. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുന്നത് നമ്മൾ റേസ് ചെയ്യുന്ന ഫണ്ട്സ്, അതിനായിട്ട് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങളെല്ലാമാണ് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുന്നത്. ഇതിൽ ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഡിഫറൻസ് വരുന്നത് ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ മാത്രമാണ്. ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും രണ്ടിലും കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്.